ആ പറഞ്ഞോളൂ. ജോയിയോ? ഓക്കെ. തൃശ്ശൂരിൽ നിന്നാണോ? ഓക്കെ, ശരി, പറഞ്ഞോളൂ. എനിക്കും ആ ദൈവത്തെ ആസ്വദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. പക്ഷെ എനിക്ക് എന്താണോ സാറ് പറയുന്നമാതിരിയുള്ള ഫീലിങ്സ് കിട്ടുന്നില്ലേ? ഓക്കെ. ഞാൻ സത്യം പറയാം, ഞാൻ ഇതുപോലെ രീതിയിൽ പോണ ഒരു വ്യക്തിയാണ്. ആദ്യമേ നിങ്ങൾ പെന്തക്കോസ്ത് മേഖലയിലാണോ പോയിക്കൊണ്ടിരുന്നത്? ആസിയിലായിരുന്നോ? ഓക്കെ. അപ്പൊ പെന്തക്കോസ്തിലേക്ക് മാറാൻ എന്താ കാര്യം? എന്റെ സാമ്പത്തികമായി നല്ല മൊത്തത്തില് നിലച്ചുപോയി. ഒരു കൺവെൻഷൻ കണ്ടു. അങ്ങനെ ദൈവത്തെ എന്റെ പേരാണ് വിളിച്ചു പറഞ്ഞു. അന്ന് വൈകുന്നേരം ആത്മഹത്യ പരിപാടിയിൽ നിൽക്കായിരുന്നു. അത് എത്ര നാളായി? 10-18 വർഷമായി. ഓ, 10-18 വർഷം മുമ്പുള്ള കാര്യമല്ലേ? ഓക്കെ. എന്നിട്ട് കടബാധ്യതകളൊക്കെ മാറിയോ? ഇല്ല, കടബാധ്യതകളൊന്നും മാറിയില്ല. സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടാവില്ല, അതൊക്കെ വിറ്റ് ആകെ അനാഥനായി. ഓക്കെ. ഭാര്യ വിട്ട് വേറെ കല്യാണം കഴിച്ചു. ഇപ്പൊ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. മക്കളൊന്നും ഇല്ലായിരുന്നോ? മോണ്ട്. പക്ഷെ അവരുടെ എന്താ പറയാ, അവനെ അതേമാതിരി അമ്മ പഠിപ്പിച്ചു വെച്ചുകൊണ്ട് അപ്പനായിട്ട് ബന്ധമില്ല. ഓക്കെ. 2-3 വർഷം അവനെ കാണാനും അവനോട് കുറച്ച് കാശ് കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ പോയി. പക്ഷെ അത് സമ്മതിച്ചില്ല. ശരി. ഓക്കെ. ഇപ്പൊ ബ്രദർ എന്ത് ചെയ്യുന്നു? ഇപ്പൊ സെക്യൂരിറ്റി വർക്കിൽ പോണ. ഓക്കെ. അപ്പൊ 18 വർഷമായിട്ട് പെന്തക്കോസ്ത് മേഖലയിൽ നിന്നിട്ടും ഈ ഒരു ആത്മീയ ആസ്വാദനം ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? എന്തറിവാ കിട്ടിയിരിക്കുന്നേ? ദൈവം യേശു ക്രിസ്തുവാണ്, മറ്റേ മധ്യസ്ഥന്മാരില്ല, ദൈവമാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട്, അല്ലാണ്ട് ആ ദൈവമായിട്ട് ഒരു കണക്ഷൻ വരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് യേശു ക്രിസ്തുവിനെ കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ ഒന്നും പറ്റിയില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അതിയായ ആഗ്രഹമുണ്ട് ആ ദൈവത്തെ ആസ്വദിക്കാനും അറിയാനും ഒക്കെ. അത്രയും വലുതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിനകത്ത് കിട്ടിയിരിക്കുന്ന അറിവുകൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റി പുതിയ അറിവുകൾ അതിനകത്തേക്ക് പകർന്നാൽ മാത്രമേ ഈ പറയുന്ന ദൈവിക ആസ്വാദനത്തെ ലഭിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ബൈബിൾ പരമായിട്ടുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാം. ഇപ്പോൾ ജീസസ് എന്ന് പറയുന്ന വ്യക്തി നമ്മളെപ്പോലെ ശരീരത്തിൽ വന്ന ഒരു വ്യക്തിയല്ലേ? നമ്മളെപ്പോലെ ശരീരത്തിനകത്ത് വന്ന ഒരു വ്യക്തിയാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചു, ആഹാരം കഴിച്ചു, അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തി ഇപ്പൊ എവിടെയാ? അറിവ് പറയുന്ന സ്വർഗത്തിലാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സ്വർഗത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുമോ? അതെ. അപ്പൊ നമ്മുടെ ഈ ഇപ്പൊ ഇരിക്കുന്ന അറിവുകൾക്ക് കുറച്ചൊന്ന് മാറ്റം വന്നാൽ മാത്രമേ അതിനെ ആസ്വദിക്കാനും അറിയാനും കേൾക്കാനും പറ്റത്തുള്ളൂ. അപ്പോ സ്വർഗത്തിൽ ഒരു വ്യക്തി അങ്ങനെ ഇരിപ്പുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ശരീരമുണ്ടോ? ആത്മാവുണ്ടെന്നറിയാം, പക്ഷെ ശരീരമുണ്ടോ? ഇല്ല. അപ്പൊ യേശുക്രിസ്തു സ്വർഗത്തിലുണ്ടെങ്കിൽ തന്നെ ശരീരത്തിലല്ല ഇരിക്കുന്നത്, ആത്മാവിലാണ്. ആത്മാവിന് നമ്മളെ പോലുള്ള ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ഈ മുഖം, ഈ താടി, മുടി, ഈ ത്വക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആത്മാവിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും ആത്മാവിന് നമുക്ക് ഈ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭൗതിക ഷേപ്പിനകത്തൊരു മാനുഷിക രൂപത്തിൽ കാണാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ എങ്ങനെ ആത്മാവിനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ടല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല, നമ്മുടെ ആത്മാവ് കൊണ്ട് ആ ആത്മാവിനെ സെൻസ് ചെയ്യാൻ പറ്റും. ആ ആത്മാവിനെ ശരിക്കും തിരിച്ചറിയാൻ പറ്റും, കാണാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലാണ് ദൈവിക ആസ്വാദനം ഉണ്ടാകേണ്ടതെന്നുള്ള ഒരു അറിവിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് ആ ആസ്വാദനവും ആ ദൈവികമായിട്ടുള്ള അനുഭൂതികളും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യരൂപത്തിൽ യേശുവിനെ കാണണമെന്ന് ശ്രമിച്ചാൽ, ദൈവത്തെ കാണണമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്.
കാരണം യേശു എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റും, കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിൽ നിങ്ങൾക്ക് വളരാനും അത് ആസ്വദിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കുറേ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തുള്ള ഒരു ലിങ്ക് ഇട്ട് തരുമ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് 5-6 വീഡിയോസ് കാണാൻ പറ്റും. ആ ലിങ്കിനകത്ത് തന്നെ 5-6 വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിന് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഷിപ്പാണ്. നമ്മൾ ആരാണ്, നമ്മുടെ പൊസിഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൺഷിപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം ആ വീഡിയോയുടെ ലിങ്ക് തരാം, അതൊന്ന് കാണുക. അത് കാണുമ്പോൾ അതിനകത്തും നിങ്ങൾ ഇതുവരെ കണ്ട പെന്തിക്കോസ് മേഖലയിലുള്ളതുപോലെ അല്ല അത് കാണേണ്ടത്. അത് കാണുന്ന സമയത്ത് അറിവിലേക്ക് കാണരുത്. കുറേ അറിവ് കിട്ടും എന്ന് ഇപ്പം അറിവ് കിട്ടിയെന്ന് പറഞ്ഞില്ല, അതുപോലെ അറിവിന് വേണ്ടി കാണരുത്. ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിനകത്ത് വേണമെന്നുള്ള രീതിയിൽ വേണം കാണാൻ. അപ്പൊ ഈ വീഡിയോക്കകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കണം, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വേണം, എൻ്റെ ലൈഫിനകത്ത് വേണം, എൻ്റെ ജീവിതം അങ്ങനെ ആകണം എന്നുള്ള ചിന്തയിലേ അത് കാണാവും. വീണ്ടും കുറെ അറിവ് കിട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ ഈ വീഡിയോസ് അത്രയും കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ എന്നെ വിളിക്കുക. അപ്പൊ ഞാൻ അടുത്ത സെറ്റ് വീഡിയോ തരാം. അങ്ങനെ ഒരു 3-4 സെറ്റ് വീഡിയോ ഉണ്ട്. അത്രയും വീഡിയോസ് നിങ്ങൾ കണ്ട് അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇപ്പം ഇരിക്കുന്ന ഭാഗികമായ അറിവെല്ലാം മാറിയിട്ട് ദൈവം ആഗ്രഹിക്കുന്ന അറിവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അത് വന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഈ ദൈവിക ആസ്വാദനത്തിന് വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾ അത്രയും വീഡിയോസ് ഒന്ന് കണ്ടിട്ട് എന്നെ തിരിച്ചു വിളിക്കണം കേട്ടോ. ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? ആണോ? എവിടെയാന്നാ പറഞ്ഞത്? തൃശ്ശൂരോ? ആ, ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് എന്നെ വിളിക്കും. ഇപ്പോഴും പെന്തക്കോസ്ത് ആരാധനയ്ക്കൊക്കെ പോകാറുണ്ടോ? എന്താ കേട്ടില്ല? തൃശ്ശൂര് ഇപ്പോൾ ഞാൻ ഒരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം പിന്നീട് വെച്ചിട്ടില്ല. അടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. എന്തായാലും നിങ്ങൾ ആദ്യം ഇത് കാണും. കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുക്കുന്ന ക്ലാസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴെങ്കിലും ക്ലാസ് വെക്കുന്ന സമയത്ത് അറിയിക്കാം. നിങ്ങൾ ഇത് തൽക്കാലം ഇത് കണ്ടാൽ മതി. ഓക്കെ, കണ്ടിട്ട് വിളിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ അയച്ചേക്കാം. നിങ്ങളാണോ രാവിലെ എന്നെ വിളിച്ചത്? നിങ്ങളായിരുന്നോ? ആ, ഓക്കെ, ശരി ശരി ശരി. ഞാൻ പിന്നീട് തിരിച്ച് വിളിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. ഓക്കെ, എന്തായാലും കണ്ടിട്ട് വിളിച്ചോളൂ. ശരി ശരി.